ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ പാട് ജനലൊക്കെ തുറന്ന് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്നേക്കാൾക്ക് ജോലിക്ക് പോകേണ്ട ദിവസമാണ്. അതുപോലെ തന്നെ മിക്ക ദിവസവും നമ്മൾ തലേ ദിവസമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കാറ്. പക്ഷേ ഇന്നലെ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാവിലെ എണീറ്റ പാട് തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് എണീറ്റതും. അങ്ങനെ ആദ്യം തന്നെ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളുടെ ഓയിലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം ഐസിന് വാക്സിൻ എടുക്കുന്ന ദിവസമാണ്. 18 മന്തിൻ്റെ വാക്സിനാണ് കേട്ടോ. അപ്പോൾ മുമ്പ് ഒരിക്കലും ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ക്യാൻസലായിട്ടുണ്ടായിരുന്നു, നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ നേരത്തെ തന്നെ തീർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 വലിയ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കൂടുതൽ ഉള്ളി വേണം. അങ്ങനെ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ഒരു കഷ്ണം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് വഴറ്റി ഒന്ന് സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ ഈ ഒരു സമയം മിക്ക കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാവയാണെങ്കിൽ നല്ല ഉറക്കമാണ്. ആളിപ്പോൾ ഒരു 11:30 ആകുമ്പോഴേ എണീക്കത്തുള്ളൂ കേട്ടോ രാവിലെ. അങ്ങനെ നമ്മൾ സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റോസ്റ്റ് അല്ല കേട്ടോ, കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേണമെങ്കിൽ ഇതിലേക്ക് തക്കാളിയൊക്കെ ആഡ് ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ റോസ്റ്റൊക്കെ സെറ്റായതിന് ശേഷം ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ടൈമായപ്പോഴാണ് കേട്ടോ കണ്ടത് നമുക്ക് തേങ്ങ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു തട്ട് ഇടിയപ്പം മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മുട്ട റോസ്റ്റിനുള്ള മുട്ടയും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വാവയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് പുട്ടും കൂടി ഇടിയപ്പച്ചെമ്പിൽ തന്നെ ഇട്ട് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വാവയ്ക്കുള്ള കുറച്ച് പുട്ടും എടുത്തിട്ടുണ്ട്, പിന്നെ ഇടിയപ്പവും, പിന്നെ നമ്മളുടെ മുട്ടക്കറിയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ മേടിച്ച് വെച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ജോലിക്ക് പോയതിന് ശേഷം നമ്മൾ ചോറും കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ പതിവ് പോലെ ഇന്ന് നമ്മൾ കുക്കറിലാണ് കേട്ടോ ചോറൊക്കെ വെക്കുന്നത്. പിന്നെ നമ്മളുടെ അപ്പോയിൻമെൻറ്റ് വരുന്നത് 1 മണിക്കാണ്. അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചോറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 1 വിസിലടിച്ചാൽ തന്നെ ചോറ് റെഡിയാവും കേട്ടോ. ഇന്നലെ വന്ന ടൈമിൽ ഇതുപോലെ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീനും അതുപോലെ അയിലയുമാണ് കേട്ടോ ഇത്തവണ മേടിച്ചത്. കൊണ്ടുവന്ന പടാന അയിലയുടെ വാല് കഷ്ണമൊക്കെ എടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തലയും ബാക്കി കഷ്ണങ്ങളൊക്കെ എടുത്ത് തേങ്ങയും മുളകും കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തേങ്ങയിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി കുറച്ച് മുളക് പൊടി കൂടുതലാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുടംപുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ചെറിയ കഷ്ണം കുടംപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമ്മൾ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അതുപോലെ തന്നെ നമ്മൾ അയിലയൊക്കെ കട്ട് ചെയ്താണ് കേട്ടോ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ തിളച്ച് വന്ന ഗ്രേവിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ അയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അയിലയും അതുപോലെ ചെമ്മീനൊക്കെ മേടിച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ഇവിടെ ഭയങ്കര ഫേവറേറ്റാണ്, പക്ഷേ കുറേ നാളായിട്ട് മേടിച്ചിട്ട്.
പിന്നെ അതായത് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് താളിക്കാൻ നേരവും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. അതുപോലെ ചെമ്മീൻ പൊരിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. കുറച്ച് വലിയ ചെമ്മീനായിരുന്നു, നല്ല അടിപൊളി ചെമ്മീനായിരുന്നു കേട്ടോ. അങ്ങനെ ചെമ്മീൻ പൊരിക്കാനുള്ള മസാലയ്ക്ക് വേണ്ടി ജാറിലേക്ക് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മിക്സി വാങ്ങിച്ച സമയം തന്നെ ചെറിയ ജാറ് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാറിലാണ് കേട്ടോ ഇട്ട് അരച്ചു കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഗരം മസാല വളരെ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ഞാൻ ചെമ്മീൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മാത്രമേ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചില സമയം നമ്മൾ ചെമ്മീനും ക്ലീൻ ചെയ്തായിരിക്കും കൊണ്ടുവരാറ്. അപ്പോൾ കുറച്ച് വലിയ ചെമ്മീനായിരുന്നു കേട്ടോ. ഈ അരപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അരപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് വരും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ പൊരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കുറച്ച് മാത്രം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പാൻ വെച്ച് നമ്മൾ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മളുടെ ചെമ്മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ഫോൺ ഇങ്ങനെ ഓഫായി പോകട്ടോ, ചൂട് കൂടിയിട്ട്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ഓയിലേക്ക് ഇട്ട് ഒരു വശമൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കും കേട്ടോ. അതുപോലെ ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും കൂടിയൊക്കെ മെഴുക്കിടാമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിന് ജസ്റ്റ് ഒന്ന് താളിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മളുടെ ചെമ്മീൻ തുറന്ന് വെച്ച് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഊണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു പരിപാടി കൂടി മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് താളിക്കൽ. അങ്ങനെ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ടായിരുന്ന സവോളയും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായിട്ടോ. ഇനി വാവേനെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്താണ്, പക്ഷേ ആദ്യം തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ടാട്ടോ പോയത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാട്ടോ വിളിച്ചത്. അതുപോലെ ഇത്തവണ ഐസിന് 4 ഇഞ്ചക്ഷനും പിന്നെ വായിലൊഴിക്കാൻ ചെറിയ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി. ആൾ ചെറിയ കരച്ചിലൊക്കെ ആയിരുന്നു, പിന്നെ ചെറിയൊരു പനിയുടെ ഇതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെഡിമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ നാട്ടിലെ പാരാസെറ്റമോൾ. അങ്ങനെ അതെല്ലാം കഴിച്ച് ഐസും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചെമ്മീൻ ഫ്രൈയും അയിലക്കറിയും പിന്നെ ഈ വരുന്ന വഴിക്ക് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ അച്ചാറും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി അച്ചാറാണ്, കുഞ്ഞ് ചെമ്മീൻ്റെ അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ 2 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ ഇത്തവണ കിട്ടിയതൊക്കെ.
പിന്നെ ഇവിടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. ഇനി അടുത്ത ഇഞ്ചക്ഷൻ വരുന്നത് ഫെബ്രുവരിയിലാണ്. അതായത് 2025 ഫെബ്രുവരിയിൽ ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ആൾക്കെടുക്കണം. അതിനുശേഷം പിന്നെ 5 വയസ്സിലെങ്ങാണ്ട് ഇഞ്ചക്ഷനുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഐസുവിന് ക്യാരറ്റും പാലും ഒക്കെ ഇട്ടടിച്ച് ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാരറ്റ് പാലിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീരെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ക്യാരറ്റൊക്കെ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് വരുന്നത്. നല്ല ഫ്ലേവറാണ്. ഏലക്ക ഇടുന്നതുകൊണ്ട് തന്നെ ക്യാരറ്റിൻ്റെ അത്ര ഇത് വരത്തില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കും നല്ല വലിയവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ അതാണ് കേട്ടോ ഐസുവിന് ഈവനിങ് ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൾ കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഈവനിങ് ടൈമിൽ ചായ ഇടുവാണ് കേട്ടോ. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇക്കാക്ക് പോകണം. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഉഴുന്നോടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നോടെയാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വാവയ്ക്ക് പാലാടയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഉച്ചയ്ക്ക് ചോറൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ട് രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ കുറച്ച് കൂടുതൽ ചെമ്മീൻ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ പൊരിച്ചിട്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ. അതുപോലെ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഒരു 8 മണിയൊക്കെ ആയിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മാത്രം മതി. അതുപോലെ നമ്മൾ കുറച്ച് കൂടുതൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്കും കൂടിയാണ് കേട്ടോ ഈ റോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ച് കുറച്ച് സമയത്തിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കുന്നൊന്നുമില്ല. ചില സമയമൊക്കെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാതെ റോസ്റ്റ് ചെയ്യും കേട്ടോ. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ പുട്ടിന് അല്ലെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതലും ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അതുപോലെ നല്ല ഫ്രഷ് ചെമ്മീനാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എത്താണ് കുറച്ച് കൂടുതൽ ചെമ്മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം മിച്ചം കുറച്ച് എണ്ണ മാത്രം വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ആ എണ്ണയിലിട്ട് അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 വലിയ സവാള നീളത്തി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ വാവയ്ക്ക് കുറച്ച് ചൂടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആളെടുത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ താഴെ ഇട്ട പൊടികളൊക്കെ ഒന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ചെമ്മീനും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ ചേർത്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഉള്ളി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ചെമ്മീനായിരുന്നു കൂടുതലും. അതിനുശേഷം എന്താ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പുളിക്കായിട്ട് വേണമെങ്കിൽ തക്കാളി ചേർക്കാം, പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം ഇതുപോലെ കുടംപുളി ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കഷ്ണം മാത്രം കുടംപുളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല നെയ്യുള്ള ചെമ്മീനായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല തിളച്ച് വന്നപ്പോൾ ഈ ഒരു ലുക്കിലെത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്മെല്ലുമായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ചെമ്മീനായിരുന്നു. അങ്ങനെ നമ്മൾ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് റോസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ലേശം കുറവായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ചെമ്മീൻ റോസ്റ്റ്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വന്ന ടൈമിൽ ഇതാ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മാംഗോയുടെയും വാനിലയുടെയും ഒരുമിച്ചുള്ള ഒരു ഐസ്ക്രീമായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നല്ല ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ നമ്മൾ ഇടിയപ്പച്ചെമ്പി ഇട്ടാണ് കേട്ടോ നമ്മൾ പുട്ടൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തത്. അങ്ങനെ ഇതാ നമ്മൾ പുട്ടും കൂടി ആവിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.